ഹലോ, വെൽക്കം ടു മൈ ജേർണി സ്റ്റോറീസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കർണാടകയിലെ ശൃംഗേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ടെമ്പിളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ടെമ്പിളാണിത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കാലടിയിലാണ് ശങ്കരാചാര്യ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു അമ്പലം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശൃംഗേരിയിലും അദ്ദേഹം ഒരു അമ്പലം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അമ്പലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് മംഗലാപുരത്ത് നിന്ന് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ് ശൃംഗേരിയിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ മംഗലാപുരം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്നും ആണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള ബസ് കയറിയത്. അപ്പോൾ ശിവമോഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ്സായിരുന്നു അത്. അപ്പോൾ അവിടെ പോകുന്ന ബസ്സായതുകൊണ്ട് തന്നെ നമുക്ക് ശൃംഗേരിക്ക് പോകാവുന്നതാണ്. അതായത് ശൃംഗേരി ആ റൂട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം മംഗലാപുരത്ത് നിന്ന് ശൃംഗേരിയിലേക്ക് പോകാൻ ഒരു 3-4 മണിക്കൂറുണ്ട് യാത്ര. അപ്പോൾ ഞങ്ങൾ നൈറ്റാണ് പോയത്. അപ്പോൾ ഞങ്ങളൊരു പുലർച്ചെ 2-3 മണിയായപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പോൾ നല്ല മഴയായിരുന്നു ഞങ്ങളന്ന് പോയ സമയത്ത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗസ്റ്റ് ഹൗസ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ ഗസ്റ്റ് ഹൗസ് വരുന്നത്. കണ്ടോ, ഈ അമ്പലത്തിൻ്റെ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അവിടെ ഗസ്റ്റ് ഹൗസും കാണുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ്, അതായത് അമ്പലത്തിന് ഓപ്പോസിറ്റ് തന്നെയാണ് ഗസ്റ്റ് ഹൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ്. 600 രൂപയാണ് പെർ ഡേക്ക്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൂംസൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ അതുപോലെ ബാത്റൂമും കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ശൃംഗേരിയിലേക്ക് വരാനുള്ളൊരു ചാർജ് വരുന്നത് പിന്നെ ഒരാൾക്ക് 200 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ നമുക്ക് കുട്ടികൾക്കും ഫുൾ ചാർജ് തന്നെയാണ് അവരെടുക്കുന്നത്. ഹാഫ് ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാഫ് ടിക്കറ്റ് എടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് അത്ര ഐഡിയ ഇല്ല കേട്ടോ. കാരണം മോന് 10 വയസ്സായതുകൊണ്ടായിരിക്കാം മേ ബി ഹാഫ് ടിക്കറ്റ് എന്തോ. നമ്മുടെ ഇവിടെ ഹാഫ് ടിക്കറ്റ് ഉണ്ട്, പക്ഷേ അവിടെ അവർ ഹാഫ് ടിക്കറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞു. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഫുൾ ചാർജ് തന്നെ ഞങ്ങൾ എടുത്ത് പോകേണ്ടി വന്നു കേട്ടോ. പിന്നെ ഈ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ടിഫിൻ സെൻറ്റേഴ്സും ഉണ്ട്. അതും നല്ല രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള ചാർജസാണ്. അതുപോലെ തന്നെ ഫുഡും നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ കാപ്പിയും പിന്നെ ഈ അത്യാവശ്യം ടിഫിൻ ഐറ്റംസൊക്കെ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, എന്നാലും വേണമെങ്കിൽ പോയി കഴിക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ അമ്പലത്തിൽ തന്നെ പ്രസാദകൂട്ടുണ്ട്. രാവിലെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. ഉച്ചയ്ക്കും രാത്രിയും എന്തായാലും പ്രസാദകൂട്ട് അവൈലബിൾ ആണ് കേട്ടോ. വലിയ ക്യൂ ഒന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ക്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോയി കഴിക്കാവുന്നതാണ്. വലിയ ഹോളാണ് അവിടെ. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാശങ്കര ടെമ്പിൾ. ഓക്കെ, അതായത് അവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അതിൽ വിദ്യാശങ്കര എന്ന് പറഞ്ഞ ഈ അമ്പലത്തിലാണ് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ ശാരദാദേവിയുടെ ഉണ്ട്, പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആദിശങ്കരാചാര്യരുടെ പിന്നെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളുമാണ്. അതുപോലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു അമ്പലമാണ്. ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ആ കൊത്തുപണികൾ തന്നെ നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. പിന്നെ അവിടെ ഫോട്ടോസൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും ഒരുപാട് എടുത്തിട്ടില്ല. അത്യാവശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. പുറമത്തെ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അകത്തൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോട്ടോകൾ എടുക്കുമ്പോൾ തന്നെ കുറച്ച് പേര് ചീത്തയും പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം ഒരു ഓർമ്മയ്ക്ക് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് തുംഗഭദ്ര നദി. അപ്പോൾ തുംഗഭദ്ര നദിയുടെ അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ നദിയുടെ ബ്രിഡ്ജിൽ നിന്ന് പോയാൽ നമുക്ക് വേറൊരു അമ്പലത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നല്ല നല്ല വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ട്. അതുപോലെ പഴങ്ങളുണ്ടാവും. പിന്നെ പൂക്കൾ, ഒരുപാട് ചെടികൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അവിടുത്തെ ഓരോരോ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ പഴമാണോ കായയാണോ എന്നുള്ളത് എനിക്കത്ര ഐഡിയ കിട്ടിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ശൃംഗേരി തന്നെ, അതായത് ശൃംഗേരി ആദിശങ്കരാചാര്യരുടെ അമ്പലം തന്നെ ഉണ്ട് നല്ലപോലെ കാണാൻ. അതിൻ്റെ അടുത്തും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ.
പക്ഷേ അവിടെയൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നല്ല മഴയായതുകൊണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ 2-3 ദിവസം സ്റ്റേ ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ട്സ് ആണ് കേട്ടോ. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതിങ്ങനെ ഓരോ ബോർഡായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. ഓരോരോ ബോർഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല കോട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ആകെ ഒന്നേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് ഓരോരോ ശങ്കരാചാര്യർ ഏതൊക്കെ കാലഘട്ടത്താണ് അവിടെ, അതായത് ശങ്കരാചാര്യർക്ക് ശേഷം കുറേ ശങ്കരാചാര്യന്മാർ വന്നിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് ഒരുപാട് ആൾക്കാർ, ഒരുപാട് ശങ്കരാചാര്യന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പീരീഡാണ് കാണിക്കുന്നത്, പീരീഡ് ഓഫ് ടൈം. അവർ ഏതൊക്കെ കാലഘട്ടം വരെയാണ് ശങ്കരാചാര്യമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാലഘട്ടമാണ്. എനിക്ക് ആധികാരികമായിട്ട് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ പോകുന്ന വഴിയിലാണ് കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തീർത്ഥാടകർക്കുള്ള റൂംസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ ശങ്കരാചാര്യ, അതായത് ഇപ്പോൾ ഉള്ള ശങ്കരാചാര്യരൊക്കെ വരുമ്പോൾ നടത്തുന്ന ഫങ്ഷൻ ഹാളൊക്കെ അവിടെയാണ്. പിന്നെ അവർക്ക് താമസിക്കാനുള്ള റൂമുകളാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇപ്പോഴത്തെ ശങ്കരാചാര്യരായ ശ്രീ വിധുശേഖര ഭാരതി മഹാസ്വാമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹം പ്രസാദമായിട്ട് കുറച്ച് പഴങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട്. പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് അവിടെ അമ്പലം. ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയും കൂടെ ആയതുകൊണ്ട്, കാര്യം മഴ നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നമുക്ക് വേറൊരു സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് തോരണ ഗണപതിയുടെ ടെമ്പിൾ കേട്ടോ. അതായത് ഗണപതിയുടെ അമ്പലമാണിത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇതും തോരണ ഗണപതിയുടെ ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സമാധികളൊക്കെ ഉണ്ട്. കുറച്ച് സ്വാമിമാരുടെയൊക്കെ സമാധികളുണ്ട്. പക്ഷേ ആ സമാധികളൊന്നും നമുക്ക് അവർ ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരില്ല. നമുക്ക് പുറമേ നിന്ന് കാണാനുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമാധികളും അവിടെ ഉണ്ട്. പിന്നെ ഇത് ഗണപതിയുടെ ക്ഷേത്രം തന്നെയാണ് കേട്ടോ. പിന്നെ ശാരദാദേവിയുടെ ടെമ്പിൾ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ ഫസ്റ്റിലെ തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതാണ് ശാരദാദേവിയുടെ അമ്പലം. പിന്നെ വിദ്യാശങ്കര ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഈ പറഞ്ഞ പ്രതിഷ്ഠകൾ, ഇവരുടെയൊക്കെ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ശാരദാദേവിയുടെ ആയാലും ഗണപതിയുടെ ആയാലും ഒക്കെ പിന്നെ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹാളാണ്, ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ പിന്നെ വിഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ സ്റ്റോറി അവിടെ ഫോട്ടോ സഹിതം വെച്ചിട്ടുമുണ്ട്, പിന്നെ എഴുതിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്നല്ല, ടൈം ഉണ്ടെങ്കിൽ പോവാം. പിന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടറിയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് കേട്ടോ. നല്ല പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ, അത് പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോവാം. എല്ലാം കൊണ്ടും നല്ലൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ അമ്പലത്തിൻ്റെ ടൈമിങ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ വേറെ കുറച്ച് ഈ അഭിഷേകവും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രസാദത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെയാണ്. 3 നേരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. 2 നേരം ഉണ്ട്. രാവിലത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, കാരണം ഞങ്ങൾ രാവിലെ അവിടെ പോയി കഴിച്ചിട്ടില്ല. അവിടെ ഉണ്ടോ എന്നുള്ളതും എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്, എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക.